എല്ലാവർക്കും ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. വരാഹി അമ്മയുടെ വീഡിയോസ് കുറച്ച് നാളുകളായി ഇടാറില്ല. കുറച്ച് ബിസി ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പുറത്തേക്ക് പോകാനുള്ളതെല്ലാം ശരിയായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ആണ് ഈ ഒരു സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നതും അതുപോലെ നിങ്ങളോട് എനിക്ക് ഈ സന്തോഷമായിട്ട് നിങ്ങളോട് പറയാൻ കഴിയുന്നതും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ. എന്നാലും പ്രാർത്ഥന ഞാൻ മുടങ്ങാതെ ഞാൻ ചൊല്ലാറുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും ആ ഒരു പ്രാർത്ഥനയ്ക്ക് വളരെ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. നമ്മളെ ആത്മസമർപ്പണമാണ് അവിടെ ആവശ്യം. അതല്ലാതെ നമ്മളൊരു കാര്യം നടക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് നമ്മൾ പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞ് ആ ആഗ്രഹം നടന്നു, ചിലപ്പോൾ നടക്കാതിരിക്കുക അല്ലെങ്കിൽ നടക്കും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ കാര്യം നടക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു വിശ്വാസം അവിടെ വെച്ച് നിർത്തുന്നതും അവർ പ്രാർത്ഥിക്കാതിരിക്കുന്നതും. പലരിലും പല കാര്യങ്ങളും ഞാൻ അനുഭവത്തിലൂടെ പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതെന്ന് വെച്ചാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ശരിക്കും നമ്മുടെ ഒരു ആവശ്യം നടക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനുള്ളതാവരുത്. അങ്ങനെ ആവരുത്. നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അതായത് നമുക്ക് നല്ലത് ചൊരിയുന്നത് ശരിക്കും നമ്മളുടെ ഭാഗത്തൊരു നന്മ ഉദിക്കുമ്പോഴാണ്. മനസ്സിലായോ? അതായത് നമ്മൾ ഒരുപാട് നന്മ കാണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും വളരെ ആത്മസമർപ്പണം ആണ്. വിശ്വാസത്തോടു കൂടി നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കാര്യം നടക്കാനും പോകുള്ളൂ. അതുപോലെ ദൈവത്തിനോടുള്ള ആ ഒരു ഭക്തി കൂടുതലും നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഏറ്റവും ആദ്യം അത് തന്നെ പറയാൻ കാര്യം, പലർക്കും അതായത് എൻ്റെ ഈ ചാനലിൽ 3 പേരുണ്ട്. അതായത് അവർക്കൊക്കെ നല്ല അനുഭവങ്ങളാണ് വരാഹി അമ്മയുടെ ഉണ്ടായിരുന്നത്. ഞാൻ ഉൾപ്പെടെ പല കമൻസും ഞാനത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നടക്കാതെ പോകുന്ന ആളുകളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ പരീക്ഷിക്കുന്നതായിരിക്കാം. പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥന ഒരിക്കലും കൈവിടിയരുത്. നിങ്ങളെ സൃഷ്ടിച്ച ദൈവമാണ്. ഒരിക്കലും നിങ്ങളെ കൈവിടിയില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരിക്കലും മനസ്സിലാവും ഇപ്പോഴത്തെ പ്രതിസന്ധി അങ്ങനെയാണ്, എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥന കൈവിടരുത്. പ്രാർത്ഥനയിലാണെല്ലാം. നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുക. ഏതൊരു ഒട്ടും പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും അവിടെയൊക്കെ നമ്മളെ പിടിച്ച് നിർത്തും വാരാഹി. അത്രയും ശക്തിയാണ് വാരാഹി അമ്മയ്ക്കുള്ളത്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ വാസ്തവമായ കാര്യമാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് വാരാഹി അമ്മ ആരാണ് എന്താണെന്നൊക്കെ. അപ്പോൾ വാരാഹി അമ്മ പല നാമങ്ങളിൽ അറിയപ്പെടുന്നു. പന്നിമുഖി, ദണ്ഡനാഥ, വാർത്താളി, അങ്ങനെ പല നാമങ്ങളിൽ. വാരാഹി അമ്മയുടെ അമ്പലങ്ങൾ ഒട്ടുമിക്ക ജില്ലകളിലും ഉണ്ട്. എന്നാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഞാൻ തിരുവനന്തപുരത്തായതുകൊണ്ട് ഞാനിവിടെ ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ആണ്. വളരെ കുഞ്ഞമ്പലമായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒരു വലിയൊരു അമ്പലമായി മാറിക്കഴിഞ്ഞു. ഒരുപാട് പഞ്ചമി ദിവസങ്ങളിലൊക്കെ ഒരുപാട് നല്ല പൂജകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു. ആളുകളൊക്കെ അവിടെ ഒരുപാട് നേർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആ നേർച്ച എന്ന് പറയാനായിട്ട് നാളികേര ദീപവും നവദീപവുമാണ് നേർച്ചയായിട്ട് വയ്ക്കുന്നത്. 2 ദേവിക്ക് മുന്നിലാണ് വയ്ക്കുന്നത്. ഒന്ന് നാളികേര ദീപം വന്നിട്ട് വാരാഹി അമ്മയ്ക്കും, പിന്നെ നവദീപം വന്നിട്ട് ദുർഗാദേവിക്കും. ഇതാണ് പ്രധാന പ്രതിഷ്ഠകൾ. അതല്ലാതെ തന്നെ ബാക്കി എല്ലാ ദൈവങ്ങളുടെ പ്രതിഷ്ഠകളും അവിടെ ഉണ്ട്. അപ്പം നമ്മൾ ആഗ്രഹ സാഫല്യത്തിന് ഇത് 12 തവണ ഈ ഒരു നേർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യം സാധിക്കും. അത് വാസ്തവമായ കാര്യമാണ്. പല ആളുകളും അവിടെ വന്ന് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതൊരു ശീലമാക്കുക. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. എന്നാൽ ചിലർ ചെയ്യാത്ത കാര്യം നേരത്തെ പറഞ്ഞ കാര്യം നടക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ ചെയ്യരുത്. ഒന്ന് പ്രാർത്ഥന ഒരു ശീലമാക്കിയെടുക്കുക. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ എന്താ പറയുക, എഴുതി ചിലർ ചെയ്യും. അതായത് ഇപ്പോൾ 101 തവണയൊക്കെ എഴുതി മാലയാക്കി ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അമ്പലത്തിൽ പലരും വന്നിട്ട് ഹാരമാക്കി കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വളരെ കറക്റ്റായിരിക്കണം. ചൊല്ലുന്നത് തെറ്റുകൂടാണ്ട് ചൊല്ലുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വാരാഹി അമ്മയുടെ ആ ഒരു രൂപം നമുക്കറിയാം. മൃഗരൂപമാണ്, വരാഹരൂപമാണ്. വരാഹരൂപം ആയതുകൊണ്ട് തന്നെയും വിളിച്ചാൽ വെളിപ്പുറത്തുണ്ട്. അപ്പം തന്നെ പ്രസാദിക്കും. അത്രയും ശക്തിയാണ് കേട്ടോ. അത് ഐശ്വര്യത്തിനും ദാരിദ്ര്യ ദുഃഖ ശമനം, സാമ്പത്തികമായിട്ടുള്ള മേന്മ, ഇതിനൊക്കെ ഏറ്റവും ഗുണകരമായിട്ടുള്ള
മന്ത്രങ്ങളുമുണ്ട്. ഞാൻ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന കമൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയൊക്കെ വിശ്വാസികളാണ് അതിനകത്ത് പറയുന്നത്. അത് ചുമ്മാ എന്തായാലും പറയത്തില്ല, ഓരോ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ ദേവിയുടെയുള്ള ശക്തി, ബഹുമാനം, ദേവിയുടെ ശക്തിയും പിന്നെ അതുപോലെ ദേവിയോടുള്ള ബഹുമാനവും കാര്യങ്ങളൊക്കെ അവർ എടുത്ത് പറയുമ്പോൾ അല്ലേ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ദേവിയുടെ മന്ത്രം രാത്രി ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് രാത്രിയാണ്. അപ്പോൾ ദേവിയുടെ മന്ത്രം ജപിക്കാനായിട്ട് ഇപ്പം വലിയ ആളുകൾക്ക് മാത്രമല്ല, കുഞ്ഞു കുട്ടികൾക്കും അവരുടെ പഠിത്തം നല്ല രീതിയിൽ വരുവാനും അല്ലെങ്കിൽ പരീക്ഷകളിൽ വിജയം വരിക്കുവാനും ഇൻ്റർവ്യൂവിൽ വിജയം വരിക്കുവാനും പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കുവാനും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വാരാഹിയമ്മയുടെ മന്ത്രം വളരെ വളരെ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അത്ഭുതകരമായ മന്ത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മന്ത്രം ആക്ച്വലി നിങ്ങൾ ജപിക്കേണ്ടത് രാത്രിയാണ്. അപ്പം ആ മന്ത്രം അത്രയും പവർഫുള്ളാണ്. ആ മന്ത്രം ചൊല്ലി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഫീൽ വരും, അയ്യോ എന്താണ് ഒരു പോസിറ്റീവ് വൈബ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സോ അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഡെയിലി ദേവിയുടെ മന്ത്രം ചൊല്ലാതിരിക്കരുത്, ദേവിയുടെ മന്ത്രം ചൊല്ലുക. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ഒരു അന്യദേശത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോട്ടോ ഉണ്ടാവില്ല ദേവിയുടെ, അപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോണിലെ ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുക. അതല്ല എന്തെങ്കിലും ഫ്രെയിം ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ അശുദ്ധമായിട്ടുള്ളവർക്ക് പ്രാർത്ഥിക്കാമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അശുദ്ധമായിട്ടുള്ളവർക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. മനസ്സിൽ നമുക്ക് ധ്യാനിക്കുന്നതിന് ഒരു പ്രോബ്ലം ഒന്നുമില്ല. പൂജയിലൊന്നും നമ്മൾ എന്തായാലും ചെയ്യില്ലല്ലോ ആ സമയത്തൊക്കെ. വളരെ എന്താ പറയുക, പൂജകളിലൊന്നും ഏർപ്പെടാതെ നിങ്ങൾ ധ്യാനിക്കുന്നതിന് തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏതാണ് ആ മന്ത്രമെന്ന് പറയാം. ഈ ഒരു മന്ത്രം ശരിക്കും നിങ്ങൾക്ക് 21 തവണ ജപിക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 101 തവണ നിങ്ങൾക്ക് എഴുതിയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കാം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അത്രയും നല്ല ശുദ്ധിയായിട്ടുള്ള ഒരു വിളക്ക് തെളിയിക്കുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ, അതായത് പൂജാ റൂം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രയും ഭദ്രമായി സൂക്ഷിക്കണം. അതുകൊണ്ട് എടുത്ത് പറയുന്നത് എപ്പോഴും ശുദ്ധിയായ ഒരു സ്ഥലമാണ്, സ്പേസാണ് നമ്മുടെ പൂജാമുറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന ഇടം എന്ന് പറയുന്നത്. പക്ഷേ എന്നാലത് ചവിട്ടിത്തേക്കാനോ അങ്ങനെ ഒന്നിനും പാടില്ല. അത്രയും പവർഫുള്ളാണ് ദേവിയുടെ മന്ത്രം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ എഴുതിയ പേപ്പർ ആയാലും അതുപോലെ ഭദ്രമായി സൂക്ഷിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അമ്പലത്തിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ദേവീക്ഷേത്രത്തിൽ പഞ്ചമി ദേവീക്ഷേത്രത്തിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ പ്രതിമയിൽ അല്ലെങ്കിൽ അവിടെ ഒരു ഇതിൽ കൊണ്ട് വെക്കും, ഒരു താരത്തിൽ കൊണ്ടിങ്ങനെ വെക്കാറുണ്ട് 101 തവണ എഴുതിയതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതാ മന്ത്രം എന്ന് പറയാം, അത് കൂടെ ജപിക്കുക കേട്ടോ. ഓം വജ്രഘോഷം, 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 ഓം വജ്രഘോഷം,
ॐ वज्रघोषम् 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 ॐ